ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇവര് നമ്മളെ കൂട്ടാതെ വയനാട് കല്യാണത്തിന് ഇപ്പൊ വെച്ചുകാണ്ട് വിളിച്ചാൽ എങ്ങനെ വരാമ്മ? ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല. അമ്മക്ക് ഇവിടെ കൊറേ പണികളുണ്ട്. ഇവിടെ എന്തൊക്കെ പണികളുണ്ട്. ഇവര് ഇപ്പം വെച്ചുകാണ്ട് ഉണ്ടോന്ന്, ഇപ്പൊ വെച്ചുകാണ്ട് ഉണ്ടോന്ന്, ഇപ്പൊ വെച്ചിട്ട് എങ്ങനെ വരാനയ്യ? കണ്ടാ അവര് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ഇവര് എന്നെ എല്ലാരും കൂടി എടുത്ത് ചാമ്പി സാറിന്റെ അടിപൊളി പണി കൊടുക്കാൻ പോകും. പണി ഇപ്പൊ പറയില്ല, അപ്പൊ പറഞ്ഞ ഇപ്പൊ തൊഴിൽ കഴിച്ചിലായല്ലോ. കഴിച്ചിലാവോ ചിലപ്പോ വേണമെന്നുണ്ടെങ്കിൽ എന്റെ പണി കഴിഞ്ഞിട്ടാണോ എനിക്ക് എന്റെ പണി കൊടുക്കാൻ. ഞാൻ എന്റെ പണിക്ക് പോവാ. ബൈ ബൈ. അപ്പൊ ഗൈസ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇപ്പൊ കുഞ്ഞാവാ കൊറേ ആൾക്കാരില്ലേ, നമ്മളെ താരം ഇതാണ്. നമ്മളെ താരം നമ്മളെ താരം സൂപ്പർ താരം. കഴിഞ്ഞ വ്ളോഗിൽ ഇതേ ഡ്രസ് എനിക്ക് തന്നെ ഉള്ളു ശൈല. ഹലോ, ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു ആയി എടുത്താണിപ്പാ, ഇതൊക്കെ ഒരു ആയി എടുത്താടി. ചെക്കയ്യ പോയാ കേക്കൂല. ഇതാണ് ഷൈലന്റെ ഇപ്പ. ഇതൊക്കെ ഒരു ആയി എടുത്താടി, ഒരു ആയി എടുക്കാന് കട്ടാക്കി പോയി. ഇപ്പൊ കട്ടാക്കി. അതെന്തായാലും കട്ടയാതെ ഇടും. അയ്യോ ക്യാമറ ഇല്ല, വല്യമ്മച്ചി കളിക്കട്ടെ വെക്കാൻ. ഇപ്പൊ വാവ ഫോൺ വിളിക്കാനല്ലോ, ആരുടെ 4 ഫോണായിട്ട് പോയോ അവിടെ കട്ടാക്കി. വല്യമ്മച്ചി കളിക്കട്ടെ ഇറങ്ങാണ്ട് വെക്കാൻ നിക്കുക. നിങ്ങള് വരുമ്പോ ബിരിയാണി കൊണ്ടുവരാം. അതന്നെ ഇതന്നെ പുതിയത് മേടിച്ചേ, പുതിയത് മേടിച്ചു. എല്ലാ പ്രാവശ്യവും ഇതെല്ലാ പ്രാവശ്യം വരും ഇങ്ങോട്ടൊക്കെ. ഇജ് എല്ലാ പ്രാവശ്യം വരുമ്പോ ഇല്ലേ ബിരിയാണി കൊണ്ടുവരില്ലേ? ഇപ്രാവശ്യം കൊണ്ടുവരട്ടോ. ഇജ് കൊണ്ടുവരലുണ്ട് കൊണ്ടുവരട്ടോ. ഇതാണ് പരിപാടി ഓളെ മൂത്തമ്മന്റെ. മൂത്തമ്മ കുഴപ്പമില്ല, എനിക്കാന്ന് പറഞ്ഞാൽ സാലിന് എന്റെ സാലിന് കുറച്ച് ബിരിയാണി വേണോ നിങ്ങള് കൊടുത്തയക്കോ ചോദിച്ചാൽ എന്തായാലും കൊടുത്തയക്കും. ഇങ്ങനെ ടച്ച് ചെയ്ത് കളിച്ചപ്പോ ഗിഫ്റ്റ് ഇതാ മിസ്കിയോ പരിപാടിക്ക് കൊണ്ടാണോ? അപ്പൊ ഗൈസ്, നമ്മൾ പോയിട്ട് വരാം. വരും പോവും, വരും വയനാട്ടിക്കൊക്കെ പോവും. നമ്മളതാക്കിയുണ്ട് വയനാട്ടിക്ക്. ഇജ്ജ് ബിരിയാണി കൊണ്ടുവരാൻ മറക്കണ്ട. ഓര് പോയിട്ട് വേണം എനിക്ക് പണി തരാൻ. സാലൂനൊരു മുട്ടൻ പണി ബാക്കിലുണ്ടെന്ന്. ഈ പണി എടുത്ത നഞ്ചൂരി പണി നടക്കൂല അമ്മ. ഉമ്മച്ചിയാ ഈ പണി എടുത്താൽ എനിക്ക് നഞ്ചൂരി പണി നടക്കൂല. നഞ്ചൂരി പണി എടുക്കൂലേ ട്ടാ. പണി ഏകദേശം കഴിഞ്ഞിരിക്കണം. 2 ആഴ്ച നീട്ടിയില്ല. ഇപ്പൊ ഇവിടത്തെ റൂമുണ്ട്, 4 റൂമുണ്ട്. അതിന് ഇന്റെ റൂം ഞാൻ നന്നാക്കി, ഒക്കെ നന്നാക്കി കഴിഞ്ഞ് ഇന്റെ റൂം നന്നാക്കി കഴിഞ്ഞ്. ഞാൻ ഇന്നലൊക്കെ നേരത്തെ ഉറങ്ങിന്. ഇന്നലെ ഇജ്ജ് നേരത്തെ കിടന്നുറങ്ങി, കാരണം നമ്മൾ ഇന്നലെ 4 മണിക്ക് വന്ന സമയത്ത് ഞാൻ ഇന്നലെ 11 മണിക്ക് ഉറങ്ങിന്. ഇന്നലെ ഉമ്മച്ചി 3 മണിക്കല്ലേ കിടന്നുറങ്ങല്? അടുപ്പാണ്. തന്നെ ഇക്ക് ഉറക്കം വരും.
11 മണി ഏതാ 11:30 അതിന്റെ ഉള്ളിൽ സോഫ തന്നെ കിടന്നുറങ്ങും. ഞാൻ ഇപ്പൊ നീക്കിയുള്ള നേരത്തെ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫോണ് കുത്തി കഴിഞ്ഞാ ഫോണ് കളിച്ചട ചേക്കിട്ട് ഉറങ്ങല. ഞാൻ ഞാൻ വീഡിയോ എടുത്താലോ വിചാരിച്ചു ഒരു കാൽമകാലം വെച്ച് കിടന്നുറങ്ങും. ഇന്ന് രാവിലെ കിടക്കുന്ന വീഡിയോ ഓന്റെ ഫോൺ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഒരു കാലം ഇങ്ങനെ ഒരു കാലം ഇങ്ങനെയൊക്കെ കിടക്കട്ടെ ആ കോലത്തിലൊക്കെ കിടന്നുറങ്ങണത്. രാത്രി കുളിക്കലില്ല, അച്ഛൻ കൊങ്ങി പോണം. കുളിക്കല്ലേ, കുളി ഓർക്കില്ല. രാവിലെ കുളിക്കണ കൂടെ എന്ത് വിളിയാ അത് പക്ഷെ ചെന്നൈ കുളിക്കാനായിട്ട് പിന്നെ ഫേസ് ഇത്ര ഗ്ലോ എന്താ അറിയില്ല. മറ്റേ ഉണ്ടല്ലോ ചിരിക്കണ ഞാൻ കുളിക്കലൊക്കെ ഉണ്ട്. ഇന്ന് പല്ലച്ചപ്പോ ഈ അടിയാ ആരോ വിളിക്കുന്നു അണ്ണോൺ കോളോ തരാ 217. ചായ എന്തേലൊക്കെ പറയും, ചായ എന്തേലൊക്കെ പറയും. ആടാ അമ്മച്ചിത് അവിടെ പണിയെടുക്കാണ്. അമ്മച്ചിത് അവിടെ പണിയെടുക്കാണ്. മീൻ പൊരിക്കണ് അമ്മ. മീൻ പൊരിക്കല്ല, മീൻ വറുക്കുക. നമ്മള് പൊരിക്കാണ്, നമ്മള് മീൻ പൊരിക്കാന്നാ പറയണ്ടേ. നമ്മളെ കൂട്ടാതെ പോണ ടീംസാണിത്. എന്താ നമ്മളെ കൂട്ടാതെ പോണ വയനാട് ചുരമൊക്കെ കയറി ഇങ്ങനെ പോണ്. താമരശ്ശേരി അല്ലേ? നമ്മളെ ആൾക്കാരുണ്ട്, വിളിച്ചാൽ മതി. നമ്മളെ ഗഡികളുണ്ട്. ഗഡികള് തൃശ്ശൂരാണ് മന്ദബുദ്ധിയെ. നമ്മളെ താമരശ്ശേരി നമ്മളെ ചെക്കുണ്ട് നബീൽ. നബീലുണ്ട്. ഏത് നബീലുണ്ട്? വേറെ നിങ്ങൾ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയിരുന്നു, പല ടീം ഉണ്ടായിരുന്നു. എന്താ പറയുമോ? ഇവര് പോയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോണടാ. അതൊരു മാതിരി ആ സ്ഥലം ഞാനായിട്ട് അറിയുന്നു. അത് എനിക്ക് കേട്ട് മാത്രം പറയാ. സാനുവിന് അടിപൊളി ഒരൊപ്ഷൻ കൊടുത്തത് എന്ത് പോവാനുള്ള നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ല മുട്ട മണിയരുണ്ട്. ഈ ചായ കുടിക്കരുത് ബാക്കി പണിയും നമ്മള് പോയരാ. അപ്പൊ അവിടെ പോവാ. പ്രത്യേകത എന്താ? എന്റെ മൂത്തച്ചായിട്ട് പറയല്ലോ, നല്ല രസം. അല്ലെ കോഴിപ്പൊരിച്ച കുട്ടിയാല് കുഴപ്പമില്ല കേട്ടാ. ബിരിയാണി മാത്രം മതി. ഇല്ലേ ഈ കാർ ലൈറ്റ് ഒക്കെ ഞാനാക്കി മോശ. നമ്മളെ കയ്യിൽ കൂടിയാ എത്ര വെറുതെ ഉണ്ടോ? പൈസ നമുക്കൊരു വിഷയമല്ല. അതെ മതിയാ, പൈസ നമുക്കൊരു വിഷയമല്ല. എത്ര വേണോ? പോവാണ്. ആയിക്കോട്ടെ. ഷായില് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എപ്പോഴും പറയണേ വണ്ടി മാറ്റട ചെങ്ങ. ബിരിയാണി ചിക്കൻ പൊരിച്ച്. ഓ ഓളെ പുതിയ ബാഗ് സാറാന്റെ കോപ്പി ഒറിജിനൽ ആട്ടോ ഗൈസ്. എല്ലാവർക്കും വിശ്വാസമായില്ല. ഒറിജിനൽ ആട്ടോ, സാറിന്റെ ഒറിജിനൽ. ഓടുന്ന മേടിച്ചേ മിഠായി തരുന്ന് ഒറിജിനൽ സാധനം മേടിച്ചോളൂ. ഷായില എന്റെ മൂത്തച്ഛ നല്ല രസമുണ്ട് കാണാൻ. ബിരിയാണി എന്റെ മൂത്തച്ഛാണ്. കിഡ്നി എല്ലാം വേണം തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ബിരിയാണി മാത്രം മതി. ഓ പുതിയ കവർ കഴിഞ്ഞിട്ടോ അതൊക്കെ. ഇതിനനുസരിച്ച് പോരട്ടെ മച്ചാ. ഓക്കെ ബൈ. ബാക്കി നിങ്ങൾ വ്ളോഗ് നിങ്ങൾ തുടങ്ങിക്കോളി, നിങ്ങൾ സംസാരിച്ചോളി. ഓക്കെ പണിയുണ്ട്. ഓക്കെ ബൈ 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 ബൈ. അങ്ങോട്ടല്ല ഇങ്ങനെ തിരിച്ചിട്ടാക്കി ബൈ 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 പറഞ്ഞേ. അപ്പൊ സായി ഒരു ബൈ പറഞ്ഞു. നല്ലൊരു ജാട നോക്ക്, കുറച്ചുകൂടെ ടോപ്പ് വലിയ ജാട എന്താണ് വർക്ക്. മറ്റേ കൊടുക്കില്ല കുഞ്ഞാ കണ്ണടപ്പൊന്ന് കൊടുത്തിട്ട് പറയാ വാവേ കണ്ണടപ്പൊന്ന് കൊടുക്കണ്ടല്ലോ അമ്മീന്. അതേമാതിരി കണ്ണടപ്പൊന്ന് കൊടുക്കണം. അപ്പൊ ബൈ. എന്നാ ശരി ബായ്. നീ കുറച്ച് നേരം കാണാം.
ഇമ്മച്ചിന്റെ മീന് കരഞ്ഞു. ഇമ്മച്ചിന്റെ മീൻ കരഞ്ഞു കരിഞ്ഞ്. ഉമ്മ കരിഞ്ഞാ? ഉമ്മ കരിഞ്ഞാ? ഇതിന്റെ മീൻ കരിഞ്ഞ്. ഇമ്മച്ചിന്റെ മീൻ കരിഞ്ഞു മുത്തേ. ഇമ്മച്ചിന്റെ മീൻ കരിഞ്ഞ്. പോലെ അടക്കേ. ഇമ്മച്ചിന്റെ മീൻ കരിഞ്ഞ്. ഇമ്മച്ചിന്റെ മീൻ കരിഞ്ഞ്. മത്തി അയിലൊക്കെ കരിഞ്ഞ്. വിളിക്കാതെ പോണ് കണ്ടോ ഗായ്സ്. ഷായില ചേട്ടാ കൊണ്ടുവരോ? ബിരിയാണി ചിക്കൻ പൊരിച്ചല്ലേ ഷായില? ഇമ്മ ഇതൊക്കെ ഷായില ഇത്രയുള്ളൂ. അപ്പൊ ഗൈസ് ഇത്രയുള്ളൂ കേട്ടോ. അതാണോ? അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. ചെറിയൊരു പണിയാണ്. ഞാൻ കാണിച്ചുതരാം എന്താണെന്നുള്ളത് പണി എന്നുള്ളത് കാണിച്ചുതരാം. ഇതാ സാധനതാ കണ്ടാ ഇതാണ് ആ പണി. ഈ പണിയാണ് നമ്മൾ ഇനി എടുക്കാൻ പോണത്. ഇനി ഇടങ്ങാറാണ്. ഇത് ഇനി മേലേക്ക് എത്തിക്കണം. അതിന് മേലേക്ക് എത്തിക്കണം. മേലേക്ക് എത്തിച്ചിട്ട് ചെക്കന്മാരൊക്കെ വരുന്നുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന്മാർ വന്ന് ഇനി ഇതിൻ്റെ മേലേക്ക് എത്തിക്കണം. ടാസ്ക്കാണ്. അത് കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിന്. പക്ഷെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗൈസ് ഇതാണ് നമ്മളെ എനിക്ക് തന്ന പണി. ഇല്ലപ്പാ പെച്ചിക്ക് തരും ലാസ്റ്റ്. പെച്ചിക്ക് തരാളപ്പാ. വിറക് വേണം എന്ന് പറഞ്ഞ് വിറക് കൊണ്ടുവരാൻ ഇടാൻ ആളില്ലാതെ ചെക്കന്മാരൊക്കെ ഇപ്പോൾ വരുപ്പാ. ഇപ്പോൾ വരും ചെക്കന്മാരൊക്കെ ഇപ്പോൾ വരും. ഇതാണ് പണി. ഇത് ഇനി എടുത്തുകാണ്ട് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് എത്തിക്കണം. വീടിൻ്റെ മേലേക്ക്. ഇപ്പച്ചി ഒറ്റക്ക് പണിയെടുക്കണേ. എന്താ ഇത്? ഈ പ്രായത്തിൽ അത് കേക്കണ്ട. പക്ഷെ ഞങ്ങൾ പറഞ്ഞേട്ടങ്ങള് ഈ പ്രായത്തിൽ നല്ല ആരോഗ്യമാണ്. എന്താ സുഖമൊക്കെ അൽഹംദുലില്ലാ. അന്ന വലിയ വിളവെടുത്താൽ ഓരോന്ന് തലയിൽ വെച്ച് തരും. മനസ്സിലായില്ലേ? വിളവെറ്റിത് ഇങ്ങനെ പിടിച്ച് കേട്ടില്ലേ? ഉടായിപ്പാണ്. കൂടിയാലുണ്ടല്ലോ ഓരോ കെട്ട് തലയിൽ വെച്ചെടുക്കും. നടത്തിക്കും ഞാൻ. അതെ ഇന്ത്യക്കാരൊക്കെ പോണില്ലേ? ഇത് കൊണ്ടത് ഞാനാ. എന്നാ കൊണ്ടുപോയി കൊണ്ടുവരുന്നെങ്കിൽ എന്നാ കൊണ്ടുപോയിക്കുന്നത്. പിന്നെ ഇങ്ങനെ പണിയെടുക്കൂല ഇങ്ങനെ എടുത്ത് പറയണ എന്തിനാ? അടുത്തൂടെ കൊണ്ടുവരുന്ന ഞാനാന്ന് പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ പണിയെടുക്കണ. അതാണ് ഇതാ. ഇത് പിന്നെ എന്താ ഇത് നിറച്ചപ്പോൾ ഞാനാണല്ലോ. ഞാനും മാത്രമേ ഉള്ളൂ. ഇനി ഞാനും ആപ്പിച്ചു. അതാരില്ല. അവർക്കൊരു 3-4 ബക്കറ്റ് ചോറ് വേറെ കൊടുക്കണ്ട. ബക്കറ്റിലായിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. സാലൂന് വിറക് വെച്ചിട്ട് ചോറുണ്ടാക്കിയിട്ട് ഓൻ കൊണ്ടുവരുന്നതല്ലേ. ഞാൻ വെച്ചോണ്ട് കുറച്ച് റെസ്റ്റ്. മുപ്പത് 4 കണ്ടിടും. 5 മിനിറ്റ് റെസ്റ്റ്. നോക്കി നല്ല നിറമുള്ളതുകൊണ്ടാണ് ആ ചോപ്പ് കാണുന്നത്. ഇജ്ജ് പണിയെടുക്ക്. ഇനി എൻ്റെ തലേക്ക് 2 ഇത് വെച്ചായിരുന്നു ചാക്ക്. എന്നിട്ട് അത് ഇതന്നെ. എടാ പൊടി തട്ടി ഇങ്ങനെ ഇട്ടോ സാലുവോ? ആന്നും ഇടണ്ടാ. അപ്പൊ ഇതൊക്കെ എന്നോടല്ലേ പറഞ്ഞത്? അത് കൊണ്ടാവാൻ പിന്നെ ലാസ്റ്റ് പെറുക്ക ആ കഷ്ണങ്ങളൊക്കെ.
ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ? ഒക്കെ കൊണ്ടാവില്ല, അത് അങ്ങോട്ട് ഇട്ടോ. 10 വട്ടം പറഞ്ഞാൽ സാലൂന് മനസ്സിലാവൂല, പിന്നെ അതിങ്ങനെ പൊയ്ക്കും. അത് അങ്ങോട്ട് കൊണ്ടാളേ, പിന്നെന്തിനാ? അത് അങ്ങോട്ട് കൊണ്ടാവില്ല, അത് ഇവിടെ ഉണ്ടാവില്ല. ഇതന്നെ ഉള്ളു ഇവിടെ, വേറെ ഇല്ല. ഏത് ഇത് ഫുള്ള് തന്നെയാണ്. അല്ലല്ല, പട്ടിക കഷ്ണം മൊത്തം മേലെ കയറ്റണോ? മറ്റേ കിടന്നോട്ടെ. പട്ടിക കഷ്ണം കുറച്ചേ ഉള്ളൂ. നല്ല മതി, ഇതാ കൂടുതൽ. ഈയല്ലേ പോയി കയറ്റിയാല്. ഞാൻ കയറ്റിയല്ലോ. ഇതിന് മേലെ കൊണ്ടുവച്ചിട്ട് അടുത്തെടുക്ക. തന്ന മഴ ചെന്നിമൊക്കെ പോയത്. ഔ കണ്ട് അത് കണ്ട് വീഡിയോയില്. കൊതുകനാണ് ആർക്കാ പേടിയെന്നുള്ളത്, കൂറനെ. ഞാൻ പറയുന്നു. ഓൻ എന്ത് ചെയ്തെന്നറിയോ? ആ ബഡിക്കാശിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുത്തി, അതാണ് ഇതായത്. ആ മറ്റേ ആണിയുള്ളത് കിട്ടിയില്ല. തീരും വെച്ചേ, ചായയിലൊക്കെ ഉണ്ട് ഇറങ്ങിയാൽ തീരുത്. അത് എത്ര ഉണ്ടാവുള്ളൂ. ഒരു കൊതുക് കടിച്ച് എങ്ങനെ ഉണ്ടാവില്ല? ഈ ചാക്കിന് ചെരിഞ്ഞാൽ കിട്ടില്ല. ആ ചാക്കിലൊക്കെ സാധനം കയറ്റി നോക്കാം. ഇതിങ്ങനെ കയറി കേട്ട് ചില സമയത്ത് അതിങ്ങനെ ഇങ്ങനെ 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 പൊരിഞ്ഞ് കയറും. ഇപ്പൊ ഇതാണ് ഇതൊക്കെയാണ് ഇപ്പച്ചി വിളിച്ച്. ഇപ്പച്ചി നല്ല വിളിച്ചില്ല ഇതൊക്കെ ചാക്ക് ഇപ്പച്ചി കയറ്റി വെക്കുക. അതാണ് പറഞ്ഞത്. ഞാനൊരു പണി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കയറി ഞങ്ങൾ വിറക് ഇവിടെ കേൾക്കും നമുക്ക്. അത് അതിൻ്റെതായ ഡീസലിടുമ്പോൾ വിറക് ഇഷ്ടം പോലെ കൊള്ളു. ഇതൊക്കെ സ്ഥലോ അടുത്തേക്ക് മതി. ഇന്നത്തെ വ്ളോഗ് വേണ്ട, നാളെ വ്ളോഗ് എടുക്കാം. സഫേത് കൊണ്ടേക്കണോ കേട്ടോ വീട്ടിൽ. ഓ പണിയെടുക്കണ ഒരാള്, പണിയെടുക്കണ ഏതേ ഒരാള്. അപ്പൊ ഇതെങ്ങടക്ക അപ്പൊ ഇതാ തീരു പോ. ഇതാണ് അൽത്താഫ്. അൽത്താഫ അത് നിങ്ങളെന്താണ് ഇങ്ങനെ ചാക്കെടുത്താ ചാക്കെടുത്താ ചാക്കാൻ ചേർന്നെടുത്തിട്ടാ ഉമ്മച്ചിന്റെ ഉമ്മച്ചിക്ക് മുമ്പിട്ട് അങ്ങ് പാലക്കാട് നിറക്കിയ പത്തനംതിട്ട നിറക്കിയാണ്. അടാ പത്തനംതിട്ട നമ്മൾ ഇറക്കിയ മുതലാണ്. സാലോ സായിലല്ലേ മേലെ തീരാനും വേണ്ടി മേലിന്ന് പൊറുക്കി ബാലക്ക് കയറി പോണേ. നിക്കുന്ന താഴ്ത്തു നോക്കാം. ഇതെത്തത് ഞാൻ ശരിയാക്കി തരാം. അവിടെ ഇത് ബേജാറാവണ്ട. കയറി ഓള് മേലെത്തി. ചായല പെട്ടെന്ന് തീരൊന്നുമില്ല. ചേച്ചിക്കട ഇപ്പൊ ഇതിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത് എപ്പം മാത്രമേ ഉള്ളൂ. ചായലൊക്കെ ഉടായിപ്പാ. ഓല് ഫ്രീ ആയി ഇടുവാ. അല്ല ഒരു നറക്കാനതാ നറക്കിയാൽ തവേ ഇന്നെ കാണിച്ചു നിറച്ചിട്ട് വരാം. ഞങ്ങള് നറച്ചിട്ട് വരാം കേട്ടോ. ഇത് പണി പകുതി മുക്കാ ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ വരാം. മുക്കാ ഭാഗം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ഇതില്ലല്ലോ പണി കഴിയാനായി. എത്രയായി? കഴിയാനായി ഗൈസ്. പണി ഇത്രയായി. ഉടായ്പാണിത്. ആത്മാർത്ഥത പണിയെടുത്തത് സഫിയ തന്നെ. അത് ഉള്ളവരല്ലോ. ആത്മാർത്ഥത പറഞ്ഞപ്പോളോ
ഇവനോ ഞാൻ വന്ന സമയത്ത് ഉണ്ട് ഇവനും ഇവനും കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ചാക്കേറ്റിക്കണ് മറ്റേ ചെറുതോടെ വേറെ ഒന്നും ഉണ്ടെങ്കിൽ അവിടെ ഇതല്ല വേറെ അല്ല നോക്കാം വീഡിയോ എടുക്കാറപ്പോ എന്താ ഔ ബംഗാളി ബാബി ഇമ്മച്ചൊക്കെ നിങ്ങളെന്താ അതനല്ലേ ഫ്രെയിമിന് അതൊക്കെ ഓരോ സാമഗ്രികളാ മോനെ സോഫന്റെ പണി ആണെങ്കിൽ പണി എടുത്തൊരു ശൈല കൊറേ നേരമായല്ലോ താപ്പ് വെറു ടൈപ്പ് അപ്പൊ പണി ഇത്രായി കൊണ്ട് മോളിക്കൊണ്ടേ വെറും ഉടായിപ്പായിട്ട് പോപ്പോ ഇല്ല പോപ്പോ മൈക്കോളെ കൊടുക്ക എടുത്തു പോ മൈക്ക് കുടിച്ചോ അത് കണക്ട് ആയില്ലേ ഇതൊക്കെ അത് കണക്ട് ആയില്ലേ നിക്കണ്ട ഇനി നിക്കണ്ട ഇതുവരെ അവനോട് പോയിരിക്കും അല്ല ആര് അതെന്താ റിതാൻ നേരത്തെ ഷയ്യ എവിടെ ഈ എന്താ മോളായിട്ട് കുറുക കയറണ്ട് മോള് കാണരുത് വെച്ചിട്ടാ ഇൻഷാ ഓനെ പറ്റി അൽത്താഫ് ക്യാമറ ഇട്ട് വന്ന അപ്പം ഭയങ്കര പണിയാ ഇത് മുകളിലേക്ക് കൊണ്ടാണല്ലോ പോസ്റ്റേ താഴ്ത്തിട്ടാണല്ലോ പെറുക്കണ്ട മൂപ്പര് വീഡിയോ ഉണ്ടാക്കി ഭയങ്കര ആത്മാർത്ഥ അത് ഉമ്മ അവിടെ തന്നെ ഇട്ടതാ മാറ്റിട്ട് അനാൻസിന്റെ വ്ളോഗിലല്ലേ മറ്റേ ചെക്കൻ എന്താ പറയാ മറ്റേ ബാംഗ്ലൂരിലൊക്കെ ബാംഗ്ലൂർ അജ്വദിന്റെ വേറെ പീസാണത് ആര് ഇൻഷുവാ അങ്ങോട്ട് പോയതല്ലേ ഇൻഷു ഓ 4 കഷ്ടമായിട്ട് ഇറങ്ങുള്ളൂ അതിന് വലിയ ഉടായ്പുണ്ട് ഇവിടെ വരി വീഡിയോ ഉണ്ടാക്കിയപ്പോ മൂപ്പർ ഉമ്മച്ച് മാറ്റി വെച്ച കഷ്ടമൊക്കെ എടുത്തോണ്ടിരിക്കണ് ഇവിടെ അതാകണ് അവിടെ വായത്തോട്ടത്തിലൊക്കെ ഒളിച്ചിക്കണോ വാൽത്താഫ മതി ഇങ്ങോട്ട് പോര് ചാക്കിഞ്ഞുണ്ടല്ലോ ആ ചെറിയ പൊടിയാ ചാക്കല്ലേ ആ മറ്റെന്താ വലുതൊക്കെ ഇവിടെ ഉണ്ട് ഇമ്മച്ചി ചിരിക്കും ഓന്റെ കളി കണ്ടിട്ട് അവിടെ കത്തിച്ചീരത് പറയുമ്പോ സാലുവിന്റെ മുഖത്തുള്ള പ്രകാശം ഈ വ്ളോഗ് കണ്ട ഒളിഞ്ഞ് വരില്ലാറ് സാധനം കൊണ്ടുവരാണ്ട് ഭയങ്കര രസത്തിൽ കൊണ്ടുവരാ എല്ലായിടത്തും തട്ടും സാലോ ആരാ ഓ ഒളിച്ചിക്ക അവിടെ തട്ടിട്ട് സാലിയാ
മൈക്കോണാണ് 5 വർഷം ഒപ്പിട്ടുണ്ട്. എന്ത് ഓളൊരു ആത്മാർത്ഥ പറഞ്ഞറിയിക്കണം. കത്തിക്ക് അവിടെ തീരെ ഇല്ല, അതുകൊണ്ട് മൈക്കോ എന്താ ഒളിച്ചിക്കണേ? ഇതെന്ത് കല്ല? മൈക്കോണായി കഴിഞ്ഞാൽ ഒക്കെ കേക്ക് ഇൻഷുറിനെ പറ്റിയാ പറഞ്ഞോ. അതെങ്കിലും ബാക്കി വെച്ചാളി, പ്രാഗു നമ്മളെ അന്റെ ആവശ്യത്തിന് അരെ പത്തനംതിട്ട ആർക്കാ ഈ മനസ്സിലായില്ല? ഓ അങ്ങനെ ഞാൻ പത്തനംതിട്ടയിൽ മോളുണ്ട് കുട്ടിയുള്ളൂ അല്ലേ? അല്ല വീഡിയോ കട്ട് വേണം. അത് കേറി കഴിഞ്ഞ ഓളെ എന്തായാലും ഇട്ട്. ആരാ മോള് വിളിക്കാവും? ചെല്ല്, മോള് വിളിക്കാവും. ഓട്. ഓള് വീഡിയോ കാണുമ്പോ ഈ എല്ലാടെ പറഞ്ഞ ആർക്ക് പെണ്ണില്ല അറിയോ? എന്താ പറയാ ഈ ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയി. ആരോളാ? അതെ, ഞാൻ ആകെ എനിക്കൊരു ഡയറി മിൽക്കിന്റെ വേഷം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നന്ദിയാ? അത് കുഞ്ഞു കഷ്ണ, അങ്ങ് ഫുള്ള് കിട്ടിയില്ലേ? രണ്ട് മൈക്ക് ഒരേ സൈഡിൽ നിൽക്കണം, ഒരു മൈക്ക് ഒരു മൂലൊക്കെ പോയിന്നാ. ഇത്ര മതിയാ? അങ്ങോട്ട് കൊണ്ടോണ്ടാ മതി. ഓ ആത്മാർത്ഥത അവിടെ ചതി. ഓ ഓടിയാണ് ക്യാമറ. ഇങ്ങോട്ട് പോരാ, ഇവിടെ ഒക്കെ ഉള്ളതാ. അങ്ങോട്ട് കൊണ്ടോക്കാ. എടുക്കാൻ പറഞ്ഞ പണി എടുക്കില്ല അത്. ചെക്കൻ ചെക്കൻ അല്ല നമ്പർ എടുത്താളി പണിക്കാർ. അത് കേട്ടേ ഡാ അടിയിൽ എന്റെ നമ്പർ എടുക്കാൻ ഇങ്ങനത്തെ പണി എന്നെ വിളിക്കാതെ. ഓ ഹോട്ട്സ്പോട്ടിന് പരസ്യമല്ലോ ബാക്കില്. എവിടെ പ്രൊമോഷനുള്ള പൈസ വേണ്ടിട്ടോ. കീരി പോയി. ആര്? കീരി. ആരാ? ഇപ്പൊ മുത്താണ്. ഇപ്പൊ ഇനി സ്ക്രീനിൽ ഇല്ലെങ്കിലും ഫേമസ് അല്ലേ? സീനുള്ള കേസല്ല. എനിക്കൊന്നും പറയാല്ല. എന്നെ പറഞ്ഞ ചിലപ്പോ ഇന്നെ തൂക്കിക്കാളും. ഷർട്ട് കയറി പൊക്കുമ്പോ നോക്കിയേ ബാക്കി ആ ചാക്ക അവിടെ നോട്ടാ. ഇനിയില്ലേ ഡെയിലി കത്തിക്കാണല്ലോ ഇവിടെ എടുത്ത് തീർത്തിട്ട് മോൾക്ക് പോയാൽ മതി. വലിയ മുട്ടി എടുത്തോളി. കാമൺ ഗായ്സ്. അല്ലാ അല്ലാ ഇത്രയായി മുത്തേ പണിന്റെ കഷ്ടപ്പാടുകൊണ്ട് ഇത്രയായി. നോക്കാം ഇനി ഉണ്ടാടിയിൽ കുറച്ച് സാധനങ്ങളും കൂടി കയറ്റിയാൽ ഫിനിഷ് ഫിനിഷ്. നോക്ക് നമ്മളെ കഷ്ടപ്പാട് കഷ്ടപ്പാട്. കമന്റ് ബോക്സിൽ എന്താ പറയാ? അതാവും ശരി, അതാവും പറയാ. നല്ല ആണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ഉണ്ട് അടിയത്തെ പണി. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഫിനിഷായി. ഇനിയൊന്ന് നിവർന്ന് കിടക്കണം. നിവർന്ന് നമ്മുടെ ആശാൻ വളനോൺലി അമ്മായി. അമ്മായില്ല ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കുറവില്ല. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻഷുണ്ട്. റഫ് മൈക്ക് കേൾക്കണില്ല. റിദാന് നാണാണ് അവിടെ പറയുന്ന ഒരാൾ.
ചിക്കൻ വാങ്ങി കൊടുക്കാം. അൽത്താഫിന്റെ കുട്ടി വിളിക്കുന്നു. ചെങ്ങായി ഹലോ പറഞ്ഞ ഹലോ പറയും. ഓർഡർ എന്നെ കിട്ടണോ? റിദാന് ഭയങ്കര മടിയാ. റിദാന് ഭയങ്കര മടിയാ. അവനക്ക് അവൻ്റെ കുട്ടീനെ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. ആ അതിനിപ്പോ ഇന്ന് വ്ളോഗ് ഇറങ്ങുമ്പോൾ കാണാൻ കാട്ടില് ഫുള്ളടിയാവും. അതന്നെ വരച്ച വരയില് നിർത്തിക്കുന്ന ആളാ. ഓളോ ഓനാണ് വരച്ച വരയില് ഓനെ നിർത്തിയാറി. തേച്ചിട്ട് പോയ അതേമാതിരി അടുത്തൊരു മന്തി അതന്നെ. ഇപ്പോഴും ഭയങ്കര ആവേശത്തില് ചക്കര മുത്തെന്നൊക്കെ വിളിക്കും. ആ സമയം ഓളെ വൈക്ക് പോകുമ്പോ ഡിപ്രഷൻ ആവട്ടാ. ഇതാ പെസ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് പത്തനംതിട്ട ഇറക്കുമതി ചെയ്താട്ടാ പണിയെടുക്കാൻ. ചെറുക്കി അൽത്താഫിനോടൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ കാട്ടി തരാന്ന് പറഞ്ഞിരുന്നു. ടൈം ആവുമ്പോ എന്തോ തീർന്നിക്കണ്. പെരി ജസ്റ്റ് ഇട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് പീസാണ്. എനിക്ക് ജസ്റ്റ് പീസാണ്. നല്ല പ്രശ്നമാണ്. പ്ലേറ്റ് നടക്കട്ടെ. നീ ഗൈസ് നീ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് വന്ന് നീ ഫുഡ് ഫോക്കസ്. അപ്പോൾ ഓക്കെ ഫുഡ് കഴിച്ചിട്ട് കാണാം. വരും ഫുഡ് കഴിച്ചിട്ട് കാണാം. അതെ ഓക്കെ. മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കട്ടായിട്ട് നേരെ ഇട്ടോളി. കട്ടയാണോ എന്താ പറഞ്ഞു? എന്താ വളരെ കാണണ്ട. കുഴപ്പമില്ല. ഇവിടെ നിർത്തോ. അപ്പോൾ ഓക്കെ ഇത്ര ഉള്ളു വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം നാവ് വിളിക്കും. സബ്സ്ക്രൈബ് അപ്പൊക്കെ അറിയാം പറയാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.